ഫ്ലൈറ്റില് ഇറങ്ങി. പിന്നെ മലയാളി മങ്ക എന്ന് പറയുമ്പോൾ ഞാൻ ജനിച്ചപ്പോഴേ ഭയങ്കര സുന്ദരിയാണ്. എന്റെ ചിരി എന്ന് പറയുന്നത് നാഷണൽ ഡെന്റൽ അസോസിയേഷൻ അംഗീകരിച്ചൊരു ചിരിയാണ്. ഇത്രയും നല്ല ചിരി വേറെ ആർക്കും ഇല്ല, എനിക്കും കാവ്യ മാധവനും മാത്രം. 1992 മോഡലാണ്, യുണീക് പീസ് ആണ്. 92 മോഡൽ കറക്റ്റ് ആണ്. അയ്യോ അത് പറയണ്ടായിരുന്നു. തള്ളി മറിച്ചാൽ നമ്മൾ ഇടയ്ക്കൊക്കെ സത്യം പറയണം, സത്യാവസ്ഥ പുറത്തുകൊണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് തള്ളിമറിക്കലിന്റെ ഒരു ഏകദേശം ജിസ്റ്റ് കിട്ടിയല്ലോ. അപ്പൊ ഉത്തര മലയാളി മങ്ക 1 മിനിറ്റിലെ മലയാളി മങ്കയായി നമ്മൾ നിറഞ്ഞാടുന്നു, നിറച്ച് സംസാരിക്കുന്നു. ഉത്തരയ്ക്ക് ഒരു വലിയ കയ്യടി. ഹലോ, അതെ അതെ, നമ്മൾ ഓണം അവിടെ തന്നെയാ. നമ്മൾ എല്ലാവരും ആയിട്ടല്ലേ, ഇപ്പൊ നാട്ടിലല്ലല്ലോ. അപ്പൊ ഞാനല്ലേ അതിന്റെ വൈസ് പ്രസിഡന്റ്. എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടും ഇതൊക്കെ ഉണ്ട്. നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? ഞാൻ ഇപ്പം തന്നെ ഓരോ ചാരിറ്റബിളിലൊക്കെ പൈസ കൊടുത്തു. ഇപ്പൊ തന്നെ എന്റെ 5 കോടി പോയിരിക്കുവാ. നിങ്ങൾ എന്തായി പറയുന്നേ? ആ ഫോണിൽ റീചാർജ് ചെയ്യാൻ പൈസ ഇല്ലാത്തതാണ്. നിന്ന് പുഴുങ്ങപ്പെടുന്ന കാണുന്നുണ്ടെങ്കിൽ നോക്കിക്കോ. ശരി, അപ്പൊ അടുത്ത മലയാളി മങ്ക അവിടെ റെഡിയായി, അവിടെ ഒരാൾ റെഡിയായി. വായോ വായോ. പേരെന്താണ്? എന്റെ പേര് മേഘ്ന. മേഘ്നയാണ് നമ്മുടെ മലയാളി മങ്ക. ഹലോ, ഞാനിപ്പോ എന്താ പ്രശ്നം എന്നറിയോ? എനിക്കിവിടെ നിന്ന് തിരിയാൻ സമയമില്ല. നാഷണൽ മലയാളി മങ്ക കോൺഫറൻസിന്റെ പ്രസിഡന്റായിട്ട് എന്നെ നിയോഗിച്ചു. അതെ, അവർക്ക് വേണ്ട അത്രയും ഒരു ശാലീന സൗന്ദര്യവും ഒരു എന്താ പറയാ ഒരു അന്നനടയും ഇതൊക്കെ എന്നല്ലേ കിട്ടുള്ളൂ. പിന്നെ ഞാൻ മത്സരിച്ചത് നമ്മുടെ RJ അഞ്ജലിയുടെ കൂടെയാണ്. അപ്പൊ പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറയാ, എന്റെ മേഘനെ, ഞാൻ ഇതുപോലത്തെ ഒരാളെ, ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളെ ഇതുവരെ കണ്ടിട്ടില്ലാന്ന്. ഞാൻ അങ്ങ് നിന്ന് ഉരുകിപ്പോയെന്നേ. എനിക്ക് പിന്നെ ആത്മപ്രശംസ ഇഷ്ടമല്ലല്ലോ. ഞാൻ പിന്നെ പറഞ്ഞു, ചേച്ചി അങ്ങനെയൊന്നുമല്ല, ചേച്ചിയൊക്കെ വലിയ നിലയിലല്ലേ. ഞാൻ 7ാമത്തെ നില. ഞാനൊക്കെ ദാ ഇങ്ങനെ പിച്ച വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂന്ന്. അപ്പൊ ചേച്ചി പറയാ, എന്റെ കീഴിൽ ശിഷ്യപ്പെടാൻ ആഗ്രഹമുണ്ട്, എനിക്ക് ക്ലാസ് എടുത്തു തരണം എന്നൊക്കെ. ഞാൻ പിന്നെ ഓക്കെ അങ്ങ് പറഞ്ഞങ്ങ് വിട്ട്. പാവല്ലേ, നമ്മുടെ ചേച്ചിയല്ലേ. എന്റെ എന്താ പ്രശ്നം അറിയോ? നത്തിങ് പേഴ്സണൽ അല്ല, നത്തിങ് പേഴ്സണൽ. എന്താ പേഴ്സണൽ. അഞ്ജലിക്ക് തോന്നി ഞാനൊന്നും അല്ലല്ലോ. അടിപൊളി അല്ലേ, നല്ല കയ്യടി, നല്ലൊരു തള്ളലായിരുന്നു അല്ലേ. അടുത്ത മലയാളി മങ്ക വരട്ടെ. 4 പേരുണ്ടായിരുന്നു, 2 പേരേ ആയിട്ടുള്ളൂ. നേഹക്കുട്ടി മലയാളി മങ്ക. ഞാൻ ഇന്നലെയും കൂടെ പ്രിൻസിപ്പാളിനെ വിളിച്ച് ചോദിച്ചതേ ഉള്ളൂ, ഈ പട്ടം എനിക്ക് തന്നെയാണോ കിട്ടുന്നതെന്ന്. അപ്പൊ പ്രിൻസിപ്പാൾ പറഞ്ഞു, ഈ കോളേജിൽ തന്നെ ഇത്രയും സൗന്ദര്യമുള്ള, ഇത്രയും നല്ല ഭംഗിയുള്ള ഒരു കുട്ടി ഞാൻ മാത്രമേ ഉള്ളൂ, അപ്പൊ എനിക്ക് തന്നെയാണ് ഇത് കിട്ടുന്നത്. പിന്നെ കാരണവന്മാർക്ക് ഇത്തിരി ചന്തവും അവർക്ക് ബ്യൂട്ടീഷ്യന്റെ ഒന്നും ആവശ്യമില്ല, അതുകൊണ്ട് എനിക്ക് തന്നെയാണ് അതിന്റെ പട്ടം കിട്ടുന്നത്. പിന്നെ കണ്ടില്ലേ, ഈ ചേട്ടന്മാർക്ക് തന്നെ എന്നെ തന്നെ ഫോട്ടോ സൂം ചെയ്ത് അവർക്ക് അത്രയ്ക്ക് എന്നെ സൂം ചെയ്തിരിക്കുകയാണ്. അപ്പം എനിക്ക് നല്ല ഉറപ്പാണ് ഈ പട്ടം എനിക്കിങ്ങനെ വില കൂടിയ ഡ്രസ്സോ ഓർണമെന്റ്സ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, കാരണം എനിക്ക് തന്നെ അറിയാതെ എനിക്ക് തന്നെയാണ് കിട്ടാൻ പോകുന്നത്. സോ താങ്ക് യു. ക്യാമറ ചേട്ടാ അപ്പം മറിഞ്ഞു വീണതാണ്. ഒരാളും കൂടെ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ വന്നോ? അയ്യോ, നേരത്തെ വന്ന ആളുടെ അതേ ഛായ. ട്വിൻസ് ആണോ? ഞാൻ വെച്ചു ഒരു സെക്കൻഡിൽ ഉടുപ്പ് മാറി വന്നു. ശരി, അപ്പൊ തള്ളി മറിക്കാൻ റെഡിയാണോ? മലയാളി മങ്കയായി ജീവിക്കൂ. മോളുടെ പേരെന്താ? സ്നേഹ. മറ്റേ കുട്ടിയുടെ പേര് നേഹയാണോ സ്നേഹയാണോ മൂത്തത്? സ്നേഹ. ആ ചേട്ടനെ ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിച്ചായിരുന്നു, എന്നെ തന്നെ നോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ മിസ് കേരള എനിക്ക് തന്നെ കിട്ടുന്നത് എനിക്ക് തോന്നുന്നത്. നയൻതാരയായിട്ടുള്ള കോമ്പറ്റീഷൻ അല്ലേ, അപ്പൊ എനിക്ക് തന്നെ ആയിരിക്കും കിട്ടുന്നത്. ഹോ, പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലേ പറ്റൂ. നാണമാകുന്നു. സാരമില്ല, ഇവിടെ ഒരാൾക്ക് കൂടെ തള്ളി മറിക്കണം ആഗ്രഹമുണ്ട്. ആ ആളെ കൂടെ ഒന്ന് വിളിച്ചു നോക്കാം. എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് പെട്ടെന്നൊരു തിരിച്ചറിവ്, ഒരു ബോധോദയം വരാനുണ്ടായ സാഹചര്യം? കണ്ടന്റ് കിട്ടാത്തോണ്ട് നേരത്തെ ഇറങ്ങാത്തപ്പം ഇപ്പൊ കണ്ടന്റ് കിട്ടി. കാണട്ടെ ഞാൻ കണ്ടന്റ്. ഒരു കണ്ടന്റെങ്കിലും വീടണോ ഇവിടെ താഴെ? ഓക്കെ, ശരി, ശ്രമിക്കാം. മോളുടെ പേര് പറഞ്ഞില്ല? ഗോപിക അങ്ങ് തുടങ്ങിക്കോ. ഹലോ, ഞാൻ ലേറ്റ് ആയില്ലല്ലോ അല്ലേ? സംഭവം എനിക്ക് മേക്കപ്പ് ഇടാൻ സമയം എടുത്തു, അതുകൊണ്ടാണ് കേട്ടോ. ആ കണ്ണാടി ഒന്നും കൊണ്ടുവരും. ലിപ്സ്റ്റിക് ഒന്നും പോയില്ലല്ലോ അല്ലേ? ഇല്ലല്ലോ. 1 ലക്ഷത്തിന്റെ ലിപ്സ്റ്റിക്കാ. സോറി. ഇവിടെ 1.25 ഉണ്ട്. ആണോ?
ഐ തിങ്ക് ഇത് 2 ലക്ഷത്തിന്റെ ആയിരിക്കും. കേട്ടി. നോ ഹലോ അയ്യാ കഞ്ഞിക്കല അവിടെ എങ്ങാണ് കഴിച്ചു പോണ. ഓക്കെ സോറി അത് എന്റെ പ്രൊഫസർ വിളിച്ചതാണ് കേട്ടോ. ഓക്കെ അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. യുനോ ഞാനാണ് മലയാളി മങ്ക, നിങ്ങളൊക്കെ കണ്ടു കാണുമല്ലോ അല്ലേ? മലയാളി മങ്ക ആയിട്ട് തിരഞ്ഞെടുക്കാറുണ്ടായ ഒരു സാഹചര്യം, എന്തൊക്കെ ക്വാളിറ്റി ഉണ്ട് നമുക്ക്? വേറെന്ത് വേണം? എന്നെ കണ്ടപ്പോ തന്നെ അവരങ്ങ് കേറി വരൂന്ന് പറഞ്ഞ് വിളിക്കുകയല്ലേ. ജാൻമോണി എന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ്. അതാ പിന്നെ നല്ലോണം ഓൾറെഡി എനിക്ക് മേക്കപ്പിന്റെ ആവശ്യമില്ല. സൈലൻസ്, എനിക്ക് ഈ ശബ്ദമുണ്ടാക്കുന്ന ഇഷ്ടമല്ല. ഓക്കെ അല്ലെങ്കിൽ അങ്ങ് ഗോപിക. ഓക്കെ താങ്ക് യു. സമയം അവസാനിച്ചതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. കുറെ കാര്യങ്ങളുണ്ട്. അത് വളരെ നല്ലൊരു തീരുമാനമായിരിക്കും. അപ്പൊ നല്ല ഒന്നാമതൊരു തള്ളിമറിക്കൽ റൗണ്ടാണ് ഇപ്പം കഴിഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ വിന്നർ ആരാണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കണ്ടേ? ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്, പക്ഷെ എന്നാലും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. തിരഞ്ഞെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. എനിക്കറിയണം ആരൊക്കെയാണെന്ന്. ഫസ്റ്റ് പ്രൈസ് കൊടുക്കാൻ പോകുന്നത് ഗോപിക. രണ്ടാം സ്ഥാനം മേഘ്ന. ഓക്കെ, ഇവിടെ മേഘന നല്ല ഒന്നാം തരം തള്ളിമറിക്കലായിരുന്നു. തേർഡ് പ്രൈസ് നേഹ. ഒരേ വീട്ടിലേക്ക് തന്നെ നമ്മള് 2 സമ്മാനം കൊണ്ടുപോകാൻ പോവാണ്. ട്വിൻ സിസ്റ്ററിനാണ് ഫോർത്ത് പ്രൈസ്. സ്നേഹ അമീസ് ടീ പൗഡർ നൽകുന്ന സമ്മാനം. മഴയത്തും വെയിലത്തും ഒരുപോലെ തിളങ്ങാൻ മിന്നും വസ്ത്രങ്ങൾക്ക് സൂര്യ വാഷിംഗ് സോപ്പ്. മേഖലയ്ക്കുള്ള സമ്മാനം വരട്ടെ. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 കാർ കെയർ പ്രോഡക്റ്റ് ആയ ഡീപൂൾ അവതരിപ്പിക്കുന്ന കാർ കെയർ ആൻഡ് ഹോം ക്ലീനിംഗ് പ്രോഡക്റ്റ് കിറ്റ് ആണ്. അതിനോടൊപ്പം തന്നെ സൂര്യ വാഷിംഗ് സോപ്പ് നൽകുന്ന, സൺറൈസ് സോപ്പ് നൽകുന്ന സമ്മാനം. മഴയത്തും വെയിലത്തും ഒരുപോലെ തിളങ്ങാൻ മിന്നും വസ്ത്രങ്ങൾക്ക് സൂര്യ വാഷിംഗ് സോപ്പ്. ആദ്യമേ വന്ന ആള് നേഹയാണല്ലേ? യെസ്. അപ്പൊ നേഹയ്ക്ക് തേർഡ് പ്രൈസ് ആൻഡ് ഫോർത്ത് പ്രൈസ് എന്ന് പറയുന്നത് ഏതാണെങ്കിലും വീട്ടിലോട്ടാണല്ലോ. BB കായം നൽകുന്ന ഒരു സമ്മാനം, ഒപ്പം ഡീപൂൾ കാർ വാഷ് നൽകുന്ന സമ്മാനം. സ്നേഹയ്ക്ക് കബനി നൽകുന്ന സമ്മാനം. കബനി കൃഷിക്കാരിൽ നിന്ന് കസ്റ്റമറിലേക്കുള്ള ഓർഗാനിക് പ്രോഡക്റ്റ് ആണ്. അതുപോലെ തന്നെ ലീവ്സ് നൽകുന്ന ഹെർബൽ ഹെയർ കെയർ കോസ്മെറ്റിക്സ് ആണ്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പൊ ഹാപ്പി ഓണം. ഒരു കലക്കൻ ക്യാമ്പസ് ഓണത്തിൽ അടുത്ത റൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? താങ്കളുടെ ഏരിയ ആണ്. എന്റെ ഏരിയ സിറ്റുവേഷൻ റൗണ്ട് ആണ്. അഭിനയിക്കണം. നേരത്തെ തള്ളിമറിക്കാൻ എന്നോട് പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിനോട് നമുക്ക് അഭിനയിക്കാൻ പറഞ്ഞാലോ? വേണ്ട, പറയും ഞാൻ. വേണ്ട. അതായത് ഇത്രയും സൗന്ദര്യമുള്ള മറ്റൊരു പെൺകുട്ടിയെ ഇവിടെ എങ്ങും കാണാൻ പറ്റില്ല. ഞാൻ ഇത്രയും സുന്ദരിയാണല്ലോ. അപ്പൊ പ്രപ്പോസൽ സീൻ അഭിനയിക്കടാ, കാണിട്ടടാ നിന്റെ കഴിവ്. അയ്യേ, ഞാൻ ഇതിനോടൊന്നും പ്രപ്പോസ് ചെയ്യൂല. അല്ലെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്തു. വേണ്ട, ഇനി ആരെങ്കിലും പ്രപ്പോസ് ചെയ്തു നമ്മള് ടാസ്ക് കൊടുക്കും. കടന്നു വരൂ സുന്ദരി. അയ്യോ, എനിക്ക് നാണം വരുന്നെന്ന്. പ്രപ്പോസ് ചെയ്യേണ്ടിയൊന്നും വരൂലെന്ന് തോന്നുന്നു. എന്താ പേര്? സുജന. ഞാൻ വന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കുമായിരുന്നു. സുജന ഒരു മൾട്ടി ടാലന്റഡ്. ഇവിടെ ഇങ്ങനെയല്ല, സ്ട്രോങ് ആയിട്ട് നിക്ക്, കട്ടക്ക് നിക്ക്. ആദ്യത്തെ സെന്റൻസിൽ വീഴല്ലേ. എന്താ രസം എന്നറിയോ? സുജന ഇത്ര നേരം അവിടെ ഒരു കൂട്ടത്തിന്റെ നടുവിലായിരുന്നപ്പോ ഒരു പ്രശ്നമില്ലായിരുന്നു. എന്നാ വാ, എന്നാ വാന്ന് പറഞ്ഞ മങ്ങ കയറി പോകുന്നടേ. സുജനക്ക് വേറെ ബോയ് ഫ്രണ്ട്സ് ആരുമില്ല? ഇല്ല. സത്യം. സുജന, ഞാൻ വന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കായിരുന്നു. സുജനയുടെ ആ ഒരു എനർജിയും ആ ഒരു എന്താ പറയാ, ആ ഒരു ഇങ്ങനെ എല്ലാവരുടെയും കൂട്ടത്തിൽ നിൽക്കുമ്പോ നമ്മൾ ആകെ ശ്രദ്ധിക്കുന്ന സുജനെ മാത്രമേ ഉള്ളൂ. സത്യം പറയട്ടെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 2 or 3 മക്കളൊക്കെ ഉണ്ട്. അത് സാരമില്ല. അതാ വീട്ടിലെ ഭാര്യയ്ക്കും കുട്ടികൾക്കൊക്കെ സമ്മതമാണെങ്കിൽ ഞാൻ റെഡി. ഇത്രയും ഗതികെട്ട ഒരു പ്രപ്പോസൽ കണ്ടിട്ടില്ല. താങ്ക് യു. അപ്പൊ ഇതാണ് നമ്മുടെ റൗണ്ട്. ആദ്യം നമുക്ക് പരിചയപ്പെടാം. മോളുടെ പേര്? അൽമുനീഫ. മോളുടെ പേര്? ഹുസൈന. അൽമുനീഫ. അഭിരാമി. കമല. ഹായ്, നല്ല പേര് കമല. ഓക്കെ, അപ്പൊ ഞാനേ അവിടെ നിന്ന് തുടങ്ങാം. ശരി, അതായിരിക്കും. ഓക്കെ, അപ്പം താങ്കളുടെ അഭിനയ മുഹൂർത്തം വേറൊന്നുമല്ല. മാർക്ക് കിട്ടിയപ്പം 100-ല് 21 തോറ്റു. അപ്പം ഇതും കൊണ്ട് നേരെ വീട്ടിൽ ചെല്ലുവാണ്. വീട്ടിൽ ചെന്ന് കഴിയുമ്പം എങ്ങനെ അച്ഛനും അമ്മയും ഫേസ് ചെയ്യും ഒന്ന് കാണട്ടെ.
ഞാൻ എന്തോ പറയൂ ഇനി വീട്ടിൽ പോയിട്ട്? യാ റബ്ബേ, ഞാൻ വീട്ടിലാണെങ്കിൽ എക്സാം കഴിഞ്ഞ ഉടനെ വന്ന് പറയുകയും ചെയ്തു 100 100 കിട്ടുമെന്ന്. ഉമ്മ പറഞ്ഞു. മോളെ മാർക്കൊക്കെ കിട്ടിയാ? കിട്ടി. എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നും പേടിക്കണ്ട, ഞാൻ ജയിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരോടും വിളിച്ച് പറയട്ടെ? അല്ല, കുറച്ച് ചെറുതായിട്ട് മാർക്ക് കുറഞ്ഞു. എത്ര? അല്ല 21 മാർക്ക് എല്ലാം കൂടെ കൂട്ടിയപ്പോ ആയുള്ളൂ. അപ്പൊ തോറ്റാ മക്കളെ നീ? ഇല്ല ഉമ്മ, തോറ്റില്ല. 21 മതി എന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്. എനിക്ക് ഈ അഭിനയം മതി. അടിപൊളി കേട്ടോ, അഭിനയിക്കാൻ പറഞ്ഞപ്പോ ജീവിച്ചു കാണിച്ചു. താങ്ക് യു. അഭിരാമി 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 വന്നിരിക്കുന്നു. കള്ളുകുടിയൻ കള്ളുകുടിയൻ കള്ളുകുടിയൻ. വീട്ടിലൂടെ കയറിയാണേ, ആ. തലയൊക്കെ കറങ്ങി. മോളെ നീ ഏത് ബ്രാൻഡ് അടി അടിച്ചത്? അച്ഛാ അതെനിക്കറിയാം. എന്നോട് പറ. ഡാഡി എല്ലാ ദിവസവും അടിച്ചിട്ട് ഒന്നും ആവുന്നില്ല. ഇത് കേട്ടോടി, എനിക്ക് പോലും അറിയില്ല ഒന്നും. ഈ ജനറേഷൻ തൊലഞ്ചു പോച്ചു. നമുക്ക് ഇവിടെ അവസാനിപ്പിച്ചാൽ കുട്ടിക്ക് ചിലപ്പോ വീട്ടിൽ കയറാൻ പറ്റൂല. അതാണ് നല്ലത്. അപ്പൊ നമ്മളിപ്പോ നല്ലൊരു ഒന്നാം തരം കുടിയനെ കണ്ടില്ലേ? നമുക്ക് ഇനി കമലയിൽ നിന്ന് വേണ്ടത് ഐശ്വര്യമായിട്ട് ഒരാളെ പ്രപ്പോസ് ചെയ്യാനായിട്ട് പ്രിപ്പയർ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറുക്കൻ എങ്ങനെ പ്രപ്പോസ് ചെയ്യും? ഇങ്ങനെ പൂ കൊണ്ട് കൊടുത്തിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞാലോ? ഇന്നത്തെ കാലത്ത് പൂ കൊണ്ടൊക്കെ പ്രപ്പോസൽ ഉണ്ടല്ലോ അല്ലേ? ഈ ചേട്ടനെ നോക്കി പ്രപ്പോസ് മലയാളത്തിൽ ഞാൻ ചേട്ടൻ അവിടെ കണ്ട നിമിഷം മുതൽ ചേട്ടനെ പലരും വെച്ച് കാണുന്നുണ്ട്. എങ്കിലും എന്നോട് പറ. ആ കൂളിംഗ് ഗ്ലാസ് ഒക്കെ അതും കണ്ടു. അവിടുന്ന് ഇറങ്ങി വന്നപ്പോ എന്നാ എന്നോട് പറ ഐ ലവ് യു. സൂപ്പർ, നല്ല നാളെ പറഞ്ഞാലും മതി, ഫോൺ വിളിച്ചാലും മതി. നമ്പർ ഒന്നും കൊടുക്കല്ലേടാ. പേരെന്താണ്? ഹുസൈന. ഓക്കെ, ഹുസൈനയ്ക്ക് തരുന്ന സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് കല്യാണം കഴിക്കണം. എനിക്ക് ബ്രോക്കറാണ്. എനിക്ക് പറ്റിയ ഒരു ചെറുക്കനെയും കണ്ടുപിടിച്ച് വരുന്ന വരവാണ്. എന്നെ കൺവിൻസ് ചെയ്യണം. ആ ചെറുക്കൻ പൊളിയാണ്, അടിപൊളിയാണ്, ചേച്ചിയുടെ ജീവിതം ഇതോടെ വച്ചടി കയറ്റമായിരിക്കും, തൊലഞ്ചു പോകൂല, അങ്ങനെ പറഞ്ഞ് എന്നെ കൺവിൻസ് ചെയ്യിപ്പിക്കണം. മനസ്സിലായോ? ബ്രോക്കറാണ്. പഠിത്തമൊക്കെ എന്തായി? അതൊക്കെ എപ്പോഴേ നിർത്തിയാ? നല്ല കാര്യം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ പെൺപിള്ളേര് പഠിച്ചിട്ട് എന്തോ ഉണ്ടാക്കാനാണ്? പഠിക്കണ്ട. ആളൊക്കെ ഒന്ന് കല്യാണമൊക്കെ കഴിച്ച് 2-3 പിള്ളേരെയൊക്കെ ഭാര്യ പറക്കി പെറ്റ് കൂട്ടി, അതൊക്കെ അങ്ങനെയൊക്കെയാണ് ലൈഫ് എൻജോയ് ചെയ്യേണ്ടത്. ഞാനൊരു നല്ല അടിപൊളി പയ്യനെ കണ്ടുവച്ചിട്ടുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥാണത്രേ. എനിക്ക് താല്പര്യമില്ല ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് വീട്ടിലിരിക്കാൻ സമയമില്ല. അങ്ങനെ ജോലിയാ വല്ലപ്പോഴൊക്കെ വീട്ടിൽ വേണം. മോക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. അപ്പൊ ആരെങ്കിലും ഒരാൾ പണിക്ക് പോണമല്ലോ. പോണം. എന്തായാലും മോക്ക് പണിക്ക് പോകാൻ ഉദ്ദേശമൊന്നും ഇല്ലല്ലോ. ആണെങ്കിലും പണിക്ക് പോണമല്ലോ. അപ്പൊ അങ്ങനെ പറയരുത്. ശരി. മോക്ക് അത്ര സൗന്ദര്യം കുറവാണെങ്കിലും കുഴപ്പമില്ല. എന്റെ ഒരു അകന്ന ബന്ധുവാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞാ കേക്കും. ചോദിച്ചു മേടിച്ചു. എന്നാ എനിക്ക് സൗന്ദര്യം കുറച്ച് കൂടുതലുള്ള പയ്യനെ മതി. ഇതിന് വേണ്ട. ചെക്കന് സൗന്ദര്യം ഉണ്ട്. ഞാൻ മോളുടെ കാര്യമല്ലേ പറഞ്ഞേ. ചെക്കന് ചെക്കൻ സമ്മതിച്ചത് തന്നെ വലിയ കാര്യം ആണോ? ഞാനേ ഒന്ന് ഫോൺ ചെയ്തിട്ട് വരട്ടെ. ഭർത്താവിനോട് സമ്മതം ചോദിക്കണം. ഭർത്താവ് അവിടെ നിക്കട്ടെ. ഇത് സ്റ്റെപ്പിനായിട്ട് പറഞ്ഞു. എന്നാ ഓക്കെ ആണെന്ന് തോന്നുന്നു. ആള് ഓക്കെ ആണല്ലേ? എല്ലാവർക്കും ഒരു കുഴപ്പമില്ല. വീട്ടു ജോലിയൊക്കെ ചെയ്യോ? തുണി അലക്കാൻ അറിയോ? ആവശ്യമുള്ള എന്താന്ന് വെച്ചാൽ ചെയ്യും. മനസമാധാനം മാത്രം കൊടുത്താൽ മതി. രാവിലെ എല്ലാ ദിവസവും അല്ല അഞ്ജലിയുടെ മൊത്തം ഷോ കാണുന്ന ആളാണെന്ന് തോന്നുന്നു. എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, തുണി അലക്കും, പാത്രം കഴുകും, പാചകം ചെയ്യും. എന്തായാലും നല്ലൊരു ഗുഡ് ജോബ്. ഫസ്റ്റ് പ്രൈസ് നമ്മൾ കൊടുക്കുന്നത് അൽ മുനീഫ അമീസ് ടീ നൽകുന്ന സമ്മാനം. ഒപ്പം ലീവ്സ് നൽകുന്ന നാച്ചുറൽ കോസ്മെറ്റിക്സിന്റെ സമ്മാനം. ഒപ്പം കബനി നൽകുന്ന കൃഷിക്കാരിൽ നിന്നും കസ്റ്റമറിലേക്കുള്ള ഓർഗാനിക് പ്രോഡക്റ്റ് കബനി നൽകുന്ന സമ്മാനം. സെക്കൻഡ് പ്രൈസ് അഭിരാമി എലമെന്റ്സ് നൽകുന്ന കബനി നൽകുന്ന സമ്മാനം. BB കായം നൽകുന്ന സമ്മാനം. തേർഡ് പ്രൈസ് ഹുസൈന കബനി നൽകുന്ന സമ്മാനം. കൃഷിക്കാരിൽ നിന്നും കസ്റ്റമറിലേക്കുള്ള ഓർഗാനിക് പ്രോഡക്റ്റ് BB കായം. മണവും ഗുണവും രുചിയും ഒരുപോലെയുള്ള ശരിയായ കായം. കമല ആൻഡ് സുജന കബനി നൽകുന്ന സമ്മാനം. ഒപ്പം BB കായം ശരിയായ കായം. ശരി, കബനി നൽകുന്ന എലമെന്റ്സ് ഓർഗാനിക് പ്രോഡക്ട്സ് നൽകുന്ന
സമ്മാനം BB കായം നൽകുന്ന ശരിയായ കായം BB കായം നൽകുന്ന സമ്മാനം. ഏറ്റവും കൂടുതൽ വിഷമം ഇവിടെ എനിക്കൊന്നും കിട്ടിയില്ലെന്നായിരുന്നു. അവിടെ കിടന്ന് മറ്റേ പോയിട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രൈസ് കൊണ്ടുവന്നത് വീട്ടിലോട്ടാണ്. ഞങ്ങൾ കനക കതിർ മണി നീട്ടാൻ കാവൽ നിന്നില്ലേ കുടികൊട്ടിന തകിട തകിട തകതിത്തന തറ 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 ഇളക്കി തലയിളക്കി മുടിയാട്ടി ഉയിരിൻ ഉയിരെ പാടൂ നമ്മളെ നല്ലേ കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പറ്റണ് പറ്റണ് നിറ പറയറതിറയണത്തെ തന്തിര തന്താരോ കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പറ്റണ് പറ്റണ് നിറ പറയറതിറയണത്തെ തന്തിര തന്താരോ പക്കത്തിലെ സിരി കുറങ്ങോലി ജാലി ജാലി പക്കത്തിലെ മയങ്ങുന്ന ഡോലി ഗാലി ഗാലി മൊത്തത്തിൽ അവനുണ്ടാ ഗാലി ജാലി ജാലി അടിപൊളി കലക്കൻ എപ്പിസോഡ് ഇവിടെ കംപ്ലീറ്റ് ആകുകയാണ്. എല്ലാ സൂര്യ TV പ്രേക്ഷകർക്കും ഹാപ്പി ഓണം.